ഹായ് പ്രിയപ്പെട്ട അമ്മമാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരമ്മയ്ക്ക് എത്ര ജോലിയുണ്ട്? രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ ഓട്ടം തന്നെയാണല്ലേ. കുട്ടികളുടെ പഠനം, ഭർത്താവിന്റെ കാര്യങ്ങൾ, അടുക്കള, വീട്ടുജോലി, ഇതിനിടയിൽ സ്വന്തം കാര്യങ്ങൾ ആലോചിക്കാനോ ടെൻഷനുകൾ മാറ്റിവെക്കാനോ നമുക്ക് സമയം കിട്ടാറില്ല. സത്യം പറഞ്ഞാൽ നമ്മുടെ ടെൻഷനുകൾ പറയാൻ ഒരാളെ കിട്ടാറുമില്ല. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നിങ്ങളുടെ ഈ എല്ലാ ഭാരവും ഒരു മടിയുമില്ലാതെ കേൾക്കുന്ന ഒരു മാന്ത്രിക നോട്ട്ബുക്കിനെ കുറിച്ചാണ്. അതാണ് ജേണലിംഗ്. എന്താണ് ഈ ജേണലിംഗ്? ഇത് എങ്ങനെ നമ്മുടെ സ്ട്രെസ് കുറയ്ക്കും? എത്ര തരം ജേണലിംഗ് ഉണ്ട്? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കിട്ടാൻ വീഡിയോ മുഴുവനായും കാണുക. നമ്മുടെ അമ്മമാർക്ക് ഇത് ഒരു അനുഗ്രഹമാകും. ഇന്നത്തെ വിഷയം ജേണലിംഗ് എന്നാൽ എന്ത്? ജേണലിംഗ് എന്നാൽ വളരെ ലളിതമാണ്. നിങ്ങളുടെ മനസ്സിന്റെ അകത്തുള്ള എല്ലാ ചിന്തകളെയും വികാരങ്ങളെയും ഒരു കടലാസിലേക്ക് പകർത്തി വെക്കുക, അത്രമാത്രം. നമ്മുടെ മനസ്സൊരു തിരക്കുള്ള അടുക്കള പോലെയാണ്. എല്ലാ സാധനങ്ങളും, അതായത് നമ്മുടെ ചിന്തകൾ, അവിടെ വലിച്ചു വാരിയിട്ടിരിക്കുന്നു. നമ്മൾ ജേണലിംഗ് ചെയ്യുമ്പോൾ ഓരോ ചിന്തകളെയും എടുത്ത് വൃത്തിയായി തരംതിരിച്ച് ഓരോ ഷെൽഫിൽ, അതായത് നോട്ട്ബുക്കിൽ വെക്കുന്നു. അപ്പോൾ അടുക്കള ക്ലീൻ ആകുന്ന പോലെ നമ്മുടെ മനസ്സ് ശാന്തമാകും. ഇവിടെ നിങ്ങൾ ആരെയും പേടിക്കണ്ട. വ്യാകരണത്തെക്കുറിച്ച് പേടിക്കണ്ട. തെറ്റുകൾ ഉണ്ടായാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് തോന്നുന്നത് അതുപോലെ എഴുതുക. നിങ്ങളുടെ ഏറ്റവും നല്ല കൂട്ടുകാരിയാണ് ഈ നോട്ട്ബുക്ക്. അടുത്തതായി, എന്തുകൊണ്ട് അമ്മമാർ ജേണലിംഗ് ചെയ്യണം? നമ്മൾ അമ്മമാർക്ക് ഇതൊരു തെറാപ്പി പോലെയാണ്. 1. സ്ട്രെസ് കുറയ്ക്കുന്നു. ഭാരം ഇറക്കി വെക്കുന്നത് പോലെ ഒരുപാട് ടെൻഷൻ വരുമ്പോൾ എഴുതി നോക്കൂ. എഴുതുമ്പോൾ ആ വികാരം ആ കടലാസിലേക്ക് പോകുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടും. 2. പ്രശ്നങ്ങൾക്ക് വ്യക്തത നൽകുന്നു. നിങ്ങൾ ഓവർ വെയ്റ്റ് ഉള്ളതിന്റെ ടെൻഷനിലാണെന്ന് കരുതുക. നിങ്ങൾ അതിനെക്കുറിച്ച് എഴുതുമ്പോൾ ഞാൻ കഴിക്കുന്ന സമയം ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് എന്ന് സ്വയം തിരിച്ചറിയാൻ സാധിക്കും. പ്രശ്നത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ ഇത് സഹായിക്കും. 3. മെമ്മറി കൂട്ടുന്നു, ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങൾ ഒരു PSC ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഓരോ ദിവസവും നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ എഴുതി വെക്കുമ്പോൾ അത് മറക്കാതിരിക്കാൻ സഹായിക്കും. അടുത്തത്, നിങ്ങൾക്ക് പറ്റിയ ജേണലിംഗ് ഏതാണ്? ജേണലിംഗ് പലതരമുണ്ട്. നിങ്ങളുടെ ആവശ്യമനുസരിച്ച് ഇതിൽ ഒന്ന് തിരഞ്ഞെടുക്കാം. 1. ഫ്രീ റൈറ്റിംഗ്. എന്താണിത്? രാവിലെ എഴുന്നേറ്റ് 10 മിനിറ്റ് മനസ്സിൽ വരുന്നതൊക്കെ എഴുതുക. ഇത് ആർക്കു വേണ്ടിയാണ്? എൻ്റെ മനസ്സ് എപ്പോഴും തിരക്കാണ്, എനിക്ക് ഒരുപാട് ചിന്തകളുണ്ട് എന്ന് പറയുന്നവർക്കാണ് ഫ്രീ റൈറ്റിംഗ് ജേണലിംഗ്. എല്ലാ ചിന്തകളെയും ഒഴുക്കി വിടാൻ ഇത് സഹായിക്കും. 2. ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിംഗ്, നന്ദി എഴുതൽ. എന്താണിത്? ദിവസവും രാത്രി ദൈവത്തിനോട് നന്ദി പറയാനുള്ള 3 കാര്യങ്ങൾ മാത്രം എഴുതുക. ഉദാഹരണത്തിന്, ഇന്ന് കുട്ടികൾ വയറു നിറയെ ഭക്ഷണം കഴിച്ചു, ഞാൻ ഇന്ന് ശരീരവേദന ഇല്ലാതെ കുറച്ച് നടന്നു. ഇത് എങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണെന്നോ? എൻ്റെ ജീവിതത്തിൽ സന്തോഷമേ ഇല്ല എന്ന് തോന്നുന്ന അമ്മമാർക്ക്. ഇത് നെഗറ്റീവ് ചിന്തകളെ മാറ്റാൻ സഹായിക്കും. 3. ഗോൾ ജേണലിംഗ്, ലക്ഷ്യ ജേണലിംഗ്. എന്താണിതെന്ന് നോക്കാം. നിങ്ങളുടെ സ്വപ്നങ്ങളെക്കുറിച്ച് മാത്രം എഴുതുക. ഉദാഹരണത്തിന്, ഞാൻ എങ്ങനെ സാമ്പത്തികമായി സ്വതന്ത്രയാകും, PSC പരീക്ഷയ്ക്ക് എനിക്ക് എങ്ങനെ പഠിക്കാം, തുടങ്ങിയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി. ഇത് ആർക്കു വേണ്ടിയാണെന്നോ? ലക്ഷ്യബോധത്തോടെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക്. അതായത് ഒരു PSC പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നവർക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും വ്യക്തമായ ഗോളുകൾ ഉള്ളവർക്ക് വേണ്ടിയാണ് ഈ ജേണലിംഗ്. ഇന്നത്തെ ടാസ്ക്, ജേണലിംഗ് തുടങ്ങാം. അപ്പോൾ പ്രിയപ്പെട്ട അമ്മമാരെ, ഇന്നത്തെ നിങ്ങളുടെ ടാസ്ക് ഇതാണ്. ഒരു നോട്ട്ബുക്ക് വാങ്ങുക. ഇന്ന് തന്നെ ഒരു പുതിയ ബുക്ക് വാങ്ങി എൻ്റെ ജേണൽ എന്ന് എഴുതുക. ഒരു സമയം കണ്ടെത്തുക. രാവിലെ 10 മിനിറ്റോ രാത്രി കിടക്കുന്നതിന് മുൻപ് 5 മിനിറ്റോ മാറ്റിവെക്കുക. നിങ്ങൾക്ക് ഏറ്റവും വിഷമമുണ്ടാക്കിയ ഒരു കാര്യം ആ നോട്ട്ബുക്കിൽ എഴുതുക. എന്നിട്ട് ആ വിഷയത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് എഴുതുക. ഓർക്കുക, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഡയപ്പർ മാറ്റുന്നത് പോലെ മനസ്സിന്റെ ഭാരവും നമ്മൾ മാറ്റേണ്ടതുണ്ട്. അതിനുള്ള എളുപ്പ വഴിയാണ് ഈ എഴുത്ത്.
ഇന്ന് നിങ്ങൾ എഴുതാൻ തുടങ്ങുകയാണെങ്കിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ നിങ്ങളുടെ മനസ്സിൽ വലിയ മാറ്റം വരും, തീർച്ച. നിങ്ങൾ ഏത് തരം ജേർണലിംഗ് ആണ് തിരഞ്ഞെടുത്തത് എന്ന് താഴെ കമന്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എൻ്റെ അടുത്ത വീഡിയോകൾക്ക് പ്രചോദനമാകും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. സ്ട്രെസ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന മറ്റമ്മമാർക്ക് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്